ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. മാതൃഭൂമിയിലെ ബാലപംക്തിയിൽ കവിത പ്രസിദ്ധീകരിക്കുന്നതോടെയാണ് ജിനൻ മാഷ് എന്ന കവി മലയാള സാഹിത്യത്തിൽ അടയാളപ്പെട്ടു വന്നത്. പിന്നീട് അദ്ദേഹം ബാലസാഹിത്യ രചനകളായി പ്രസിദ്ധീകരിക്കപ്പെട്ട ധാരാളം കവിതകൾ എഴുതുകയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രചാരകനായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിന് പിന്നീട് വന്ന അദ്ദേഹത്തിൻ്റെ കവിതകളിലെ ശാസ്ത്രബോധവും ശാസ്ത്ര ആഭിമുഖ്യവും കുട്ടികളിൽ എങ്ങനെയാണ് വളർത്തേണ്ടതെന്നുള്ള രീതിയിലുള്ള ധാരാളം കവിതകൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. പല കവിതകളിലും പ്രകൃതി, മഴ, സൂക്ഷ്മജീവികൾ എന്നിവ വിഷയങ്ങളായിട്ടുള്ള ധാരാളം കവിതകൾ പിറന്നു. അതുപോലെ തന്നെ കുഞ്ഞു മനസ്സിൻ്റെ ലോക കാഴ്ചകളെ അനാവരണം ചെയ്യുന്ന അനേകം വൈവിധ്യങ്ങൾ നിറഞ്ഞ കവിതകളും കൂടി അദ്ദേഹം രചിച്ചു. ചിത്രം വര, ഇലപ്പച്ചകൾ സ്ലേറ്റ് മാറ്റുമ്പോൾ, കവിതപ്പുറത്തൊരു കുടമാറ്റം, വളരെ പ്രസിദ്ധമായ കുരുത്തോലക്കിളി, അങ്ങനെ 25ഓളം പുസ്തകങ്ങൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. ഇന്നും പുതിയതായി ഒരു പുസ്തകം കൂടി പുറത്തിറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പല പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. PT ഭാസ്കര പണിക്കർ അവാർഡ്, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവാർഡ്, എറണാകുളം ഭീം അവാർഡ് എന്നിങ്ങനെ വിവിധ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, പാഠപുസ്തകങ്ങളിൽ 4-5 ക്ലാസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ പഠിക്കാനുണ്ട് എന്നുള്ളത് ഒരു കവി എങ്ങനെയാണ് അടയാളപ്പെടുക എന്നതിൽ സമൂഹം നൽകുന്ന അക്കാദമികമായിട്ടുള്ള ഒരു അംഗീകാരവും കൂടിയാണ് കവി എന്ന നിലയിൽ അദ്ദേഹത്തിന്. അത് നമുക്ക് വളരെ അദ്ദേഹത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ ഇത്തരം എല്ലാവിധ കാവിശിക കുടുംബാംഗങ്ങളിൽ ധാരാളം കവിതകൾ നിരന്തരമായി നമ്മുടെ ആ ഗ്രൂപ്പിൽ, കാവിശിക എന്ന ഗ്രൂപ്പിൽ അദ്ദേഹം എഴുതി ഒരുപാട് ആളുകൾ അത് വായിക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ 50-ാം ആണ്ട് പൂർത്തീകരിക്കുന്ന കവിതയിൽ നിലനിൽക്കുന്നു എന്നതിൻ്റെ അതിനെ കാവിശിക കൊടുക്കുന്ന ആദരമാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത്. അദ്ദേഹത്തിനെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ, സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യും. പിന്നെ ഇന്ന് ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്നത് ഒരു മുഖവുരയും ആവശ്യമില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട ജയരാജ് വാര്യരാണ്. നമ്മുടെ തൃശ്ശൂരാണ് താമസിക്കുന്നത്, എൻ്റെ തൊട്ടടുത്താണ് എന്നൊക്കെ പറയുന്നത് എനിക്ക് വലിയ അഭിമാനമാണ്. പ്രസിദ്ധമായ നടൻ, സ്റ്റാൻഡപ്പ് കോമഡിയൻ, ഒരു ഓട്ടംതുള്ളൽ പെർഫോമർ, കാരിക്കേച്ചർ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ വളരെ പ്രസിദ്ധനായ അദ്ദേഹമാണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ ഒരുപാട് കാണും. പ്രമുഖ വ്യക്തികളെ അനുകരിക്കുന്ന ശബ്ദം കൊണ്ട് സുകുമാർ അഴീക്കോടിൻ്റെയൊക്കെ ശരിക്കും ജീവിക്കുന്ന അതേ ഒരു ശബ്ദം തന്നെ അനുകരിക്കാൻ നമുക്ക് വളരെ ടച്ചിങ് ആയിട്ട് എനിക്ക് ഇന്നലെ അത് കേട്ടപ്പോൾ ഒന്നുകൂടി തോന്നി. ഇന്നലെ അല്ല, ഞാൻ വീണ്ടും എടുത്ത് ശരിക്കും ഇന്നലെ കേട്ടപ്പോൾ മുന്നേ കേട്ടിട്ടുണ്ട്. അത് നമുക്ക് അവരുടെ വോയിസ് ഇങ്ങനെ നിലനിർത്തുക എന്നുള്ളത്, അനുകരണത്തിലൂടെ നിലനിർത്തുക എന്നുള്ളത് വലിയൊരു കഴിവ് തന്നെ. എല്ലാവർക്കും അതിങ്ങനെ അനുകരിക്കാൻ അതേ തരത്തിൽ സാധിക്കില്ല. അപ്പം അത് നിലനിർത്തുക എന്നുള്ളത്, നമുക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുക എന്നുള്ളത് ആ അതേ ഭാവപ്രകടനങ്ങളിലൂടെ അത് വളരെ രസകരമായിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഹാസ്യത്തിൻ്റെ മേമ്പൊടി ചേർത്തുകൊണ്ട് തന്നെ വളരെ ചിന്തനീയമായ പല സാമൂഹ്യ വിമർശനങ്ങളും അദ്ദേഹം കാരിക്കേച്ചർ ചെയ്യാറുണ്ട്. അതും വളരെ രസകരമായിട്ട് എനിക്ക് കുറേ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ അത് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ജയരാജ് വാര്യരെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കും. അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള ഇന്ദുലേഖ ഇപ്പോൾ വളരെയധികം സിനിമകളിലും ഒക്കെ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു പാട്ടുകാരി തന്നെയാണ്. എല്ലാ കൊണ്ടും പല വേദികളിലും അവരുടെ പാട്ടുകൾ കേൾക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ജിനൻ മാഷിൻ്റെ കവിതകൾ, ഇപ്പോൾ ഈ വേളയിൽ പറയുന്ന ഒരു കാര്യം, ജിനൻ മാഷിൻ്റെ കവിതകൾ ചന്തു കുഞ്ഞു മകനും കൂടി പാടുന്ന ഒരുപാട് കവിതകൾ അവിടെ പാടി വൈറലാക്കുന്നുണ്ട്. അത് ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക്, കുഞ്ഞു കുട്ടികളുടെ ഗ്രൂപ്പുകളിലേക്ക് അത് ഷെയർ ചെയ്യുമ്പോൾ അവരത് നല്ല രസത്തോടു കൂടി കൊച്ചു കുട്ടീനെ പഠിപ്പിക്കുന്നത് പോലെ തന്നെയുള്ള
ആ ഒരു ഭാവം ഉൾക്കൊണ്ട് ചെയ്യുന്ന ആ ഒരു കാര്യം വളരെ സന്തോഷം. അങ്ങനെ ചെയ്യുന്നത് അവരെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഗ്രാമീണ ബാങ്ക് ചീഫ് മാനേജറായിട്ടുള്ള നമ്മുടെ മുഖ്യാതിഥികളിൽ ഒരാളായിട്ടുള്ള ശോഭാ നാരായണൻ അവർകളെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതെ അതെ, അപ്പോൾ പ്രസിദ്ധ ഗായികയെ കൂടിയാണ് അവരെന്ന് പറഞ്ഞു. വളരെ സ്നേഹം. ഇതൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കണം. ഇപ്പോൾ ഇവിടെ ഈ വേദിയിൽ ഒരു ഗാനം ആലപിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആശംസ പറയാനെത്തിയിരിക്കുന്നത് ഇ ഡി ഡേവിസ് ആണ്. ദീർഘകാലം കേരള സാഹിത്യ അക്കാദമി പബ്ലിക്കേഷൻ ഓഫീസറായിട്ട് സാഹിത്യ അക്കാദമിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ ധാരാളം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇരിക്കപ്പിണ്ടം കഥ പറയുന്നു എന്ന നാടകം 100-ൽ പരം സ്റ്റേജുകളിൽ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹത്തെയും വളരെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ശ്രീകൃഷ്ണ കോളേജിലെ അധ്യാപകനായിട്ടുള്ള ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ജിനൻ മാഷയുടെ കവിതകൾ അവതരിപ്പിക്കാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള സമ്മാനാർഹരായ ജിനൻ മാഷയുടെ കവിതകൾ നമ്മളൊരു മത്സരം നടത്തിയിരിക്കുന്നു. അതിലെ മത്സരാർത്ഥികളായിട്ട് സമ്മാനം നേടിയ വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട്. അവർക്കും അവരുടെ രക്ഷിതാക്കൾക്കും വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വൈദേഹി വി, സ്വാതി കൃഷ്ണ, ദിയ വി എം, ശ്രീതിഷ് എം ഡി, ആത്മീക സന്ദീപ്, അനന്തഗോപാൽ, അവന്തിക എം വി, കൈലാസ് കെ ബി, ദിമ മറിയം എന്നിവരെയും അവരുടെ രക്ഷിതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ ചെയർമാനായിട്ടുള്ള കണ്ണമാഷ് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കാവിശികയുടെ മുഖ്യ ഭാരവാഹികളായിട്ടുള്ള ശ്രീജ വിധു, വിനില, പിന്നെ കാവിശിക മറ്റംഗങ്ങൾ എല്ലാവർക്കും ഇതിലിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പദം അലങ്കരിക്കാനായിട്ട് രാമനേട്ടനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ പലതവണ ഇവിടെ പറഞ്ഞതുപോലെ ഈ ജിനൻ മാഷയുടെ കാവ്യ ജീവിതത്തിൻ്റെ 50 ആണ്ടുകൾ, ജിനൻ മാഷയുടെ കാവ്യ ജീവിതത്തിന് 50 ആണ്ടുകൾ ആകുന്നു എന്നുള്ളൊരു ആഹ്ലാദമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. എന്നാലും കുട്ടികളുടെ മേഖലയിൽ പ്രത്യേകം ശ്രദ്ധിച്ച് ആ ഒരു മേഖലയ്ക്ക് ഏറ്റവും ഗംഭീരമായ സംഭാവന നൽകിയ കവി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് മുതിർന്നവർക്ക് വേണ്ടി എഴുതിയ കവിതകൾ അത്രത്തോളം വിലമതിക്കപ്പെട്ടിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. ബാലസാഹിത്യകാരൻ എന്ന് പറയുമ്പോൾ യാതൊരു പോരായി ആരും കണക്കാക്കേണ്ടതില്ല. കാരണം കുട്ടികൾക്ക് വേണ്ടി എഴുതുക എന്നുള്ളത് മുതിർന്നവർക്ക് വേണ്ടി എഴുതുന്നതിനേക്കാൾ വൈദഗ്ധ്യം ആവശ്യമുള്ള ഒരു മേഖലയാണ്. ആ മേഖലയിൽ നന്നായിട്ട് എഴുതുന്നു, മാതൃകാപരമായിട്ട് കവിതകൾ എഴുതുന്നു. ആ മേഖലയിൽ മാത്രമല്ല എല്ലാവർക്കുമായി എല്ലാ തരത്തിലുള്ള കവിതകളും എഴുതിക്കൊണ്ട് നമ്മുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. യൂറിക്കയിലെ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം നടത്തുന്ന ക്യാമ്പുകൾ, ശില്പശാലകൾ, ആ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ, അതൊക്കെ വളരെ മാതൃകാപരമായി എടുത്തു കാണിക്കേണ്ട പ്രവർത്തനങ്ങളാണ്. അങ്ങനെ പണ്ട് നടത്തിയൊരു പ്രയോഗം വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ കവിത വിതച്ച് നടക്കുന്ന ഒരാളായി ജിനൻ മാഷ് മാറുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ സംബന്ധിച്ച് അങ്ങേയറ്റം സന്തോഷകരമായ സംഗതി. ഈ നമ്മുടെ സുനിൽ പി മതിലകം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം കൊണ്ടുവച്ചതിൻ്റെ മേശപ്പുറത്ത് പ്രിൻ്റ് ഹൗസാണ്. പ്രിൻ്റ് ഹൗസിൻ്റെ പേര് വരാത്തപ്പോൾ സുനിലിൻ്റെ പേര് ഞാൻ പറഞ്ഞു. പ്രിൻ്റ് ഹൗസിൻ്റെ പുസ്തകങ്ങൾ, പരിഷത്തിൻ്റെ പുസ്തകങ്ങൾ എല്ലാം ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും കാത്തിരിക്കുന്നത് ജയരാജുവരുടെയാണ്.
അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട ജയരാജ് വാര്യർ ജിനരസ് ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിക്കും.